നമസ്കാരം. വിജയക്കുതിപ്പുമായി മുന്നേറുന്ന പൊന്മാൻ മൂവിയിലെ കൊല്ലം പാട്ട് എത്തി. ബേസിൽ ജോസഫിനെ നായകനാക്കി ജ്യോതിഷ് ശങ്കർ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് പൊന്മാൻ. ചിത്രത്തിലെ കൊല്ലം പാട്ട് പുറത്തു വന്നു. രശ്മി സതീഷ് ആലപിച്ച ഗാനത്തിന് വരികൾ രചിച്ചത് അൻവർ അലിയാണ്. ജസ്റ്റിൻ വർഗീസാണ് ഗാനത്തിന് ഈണം പകർന്നതും. കൊല്ലം ജില്ലയിലെ തീരദേശത്തിന്റെ പശ്ചാത്തലത്തിൽ കഥ പറയുന്ന ഈ ചിത്രത്തിൽ ഗാനത്തിന് ഏറെ പ്രസക്തിയുണ്ട്. കൊല്ലം ജില്ലയെക്കുറിച്ചുള്ള അറിവുകൾ കൂടെ പകർന്നു തരുന്ന രീതിയിലാണ് ഗാനം ഒരുക്കിയിരിക്കുന്നതും. വലിയ വിജയമാണ് പൊന്മാൻ ഇപ്പോൾ തിയേറ്ററുകളിൽ നേടുന്നത്. റിലീസ് ചെയ്ത ആദ്യ ദിനം മുതൽ ഗംഭീര പ്രേക്ഷക പ്രതികരണം നേടിയ ചിത്രം നിരൂപകരുടെയും പ്രശംസ നേടുന്നുണ്ട്. ഒരു ഫാമിലി ത്രില്ലർ മൂഡിൽ കഥ പറയുന്ന ചിത്രത്തിന് എല്ലാത്തരം പ്രേക്ഷകരിൽ നിന്നും മികച്ച അഭിപ്രായമാണ് ലഭിക്കുന്നതും. അജിത് വിനായക ഫിലിംസിന്റെ ബാനറിൽ വിനായക അജിത്താണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. 2025 ജനുവരി 30 ചിത്രം ലോകമെമ്പാടും റിലീസ് ചെയ്തത്. അജിത് വിനായക ഫിലിംസിന്റെ ബാനറിൽ ചിത്രം GR ഇന്ദുഗോപന്റെ 4-5 ചെറുപ്പക്കാർ എന്ന നോവലിനെ ആസ്പദമാക്കിയാണ് ഒരുക്കിയിരിക്കുന്നതും. GR ഇന്ദുഗോപൻ, ജസ്റ്റിൻ മാത്യു എന്നിവർ ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത്. പ്രശസ്ത കലാ സംവിധായകനും പ്രൊഡക്ഷൻ ഡിസൈനറുമായ ജ്യോതിഷ് ശങ്കർ സംവിധായകനായി അരങ്ങേറ്റം കുറിക്കുന്ന ചിത്രം കൂടിയാണ് പൊന്മാൻ. സെൻസറിംഗ് പൂർത്തിയായപ്പോൾ UA സർട്ടിഫിക്കറ്റ് ലഭിച്ച ചിത്രം ത്രില്ലർ സ്വഭാവത്തിലാണ് കഥ അവതരിപ്പിക്കുന്നതെന്ന സൂചനയാണ് ടീസർ സമ്മാനിച്ചത്. ലിജോ മോൾ ജോസ് മരിയനായി വേഷമിടുമ്പോൾ സജിൻ ഗോപു ബ്രൂണോ ആയി രംഗത്ത് വരുന്നു. ആനന്ദ്, മന്മഥൻ എന്നിവരും ചിത്രത്തിലെ നിർണായക കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. ദീപക് പറമ്പോൾ, രാജേഷ് ശർമ്മ, സന്ധ്യ രാജേന്ദ്രൻ, ജയ കുറുപ്പ്, രജു ശിവദാസ്, ലക്ഷ്മി സഞ്ജു, മഞ്ജു, വൈഷ്ണവി, കല്യാണി, ആനന്ദ് നെച്ചൂരാൻ, KV കടമ്പനാടൻ, കിരൺ പീതാംബരൻ, മിഥുൻ വേണുഗോപാൽ, ശൈലജ P അമ്പു, തങ്കം മോഹൻ എന്നിവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാനപ്പെട്ട താരങ്ങൾ. കുമ്പളങ്ങി നൈറ്റ്സ്, വൈറസ്, ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ, ഭ്രമയുഗം തുടങ്ങി 10ഓളം ചിത്രങ്ങളുടെ പ്രൊഡക്ഷൻ ഡിസൈനറായി ജോലി ചെയ്തിട്ടുള്ള ജ്യോതിഷ് ശങ്കർ 25ഓളം മലയാള ചിത്രങ്ങളുടെ കലാ സംവിധായകനായും പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നാത്താൻ കേസുകൊട്, കുമ്പളങ്ങി നൈറ്റ്സ്, ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്നീ ചിത്രങ്ങളിലെ ജോലിക്ക് മികച്ച കലാ സംവിധായകനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 2 തവണ അദ്ദേഹം നേടിയിട്ടുമുണ്ട്.